ശാന്തമായ ഒരു സായാഹ്നത്തെ പെട്ടെന്ന് ഇളക്കിമറിച്ചുകൊണ്ട് മൊബൈൽ ഫോണുകളിൽ അപ്രതീക്ഷിതമായി മുഴങ്ങിയ ആ അപായ സന്ദേശം UAE നിവാസികളിൽ സൃഷ്ടിച്ച നടുക്കം ഒട്ടും ചെറുതായിരുന്നില്ല. 2026 ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച വൈകുന്നേരം കൃത്യം 6 മണി കഴിഞ്ഞ് 52 മിനിറ്റിലാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സ്മാർട്ട് ഫോണുകളിലേക്ക് ആ സുരക്ഷാ സന്ദേശം എത്തിയത്. തൊട്ടടുത്തുള്ള സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് ഉടൻ തന്നെ മാറാനായിരുന്നു കർശന നിർദ്ദേശം. ഇറാനിൽ നിന്ന് UAE ലക്ഷ്യമാക്കി 2 ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചെത്തുന്നു എന്ന സുപ്രധാന കണ്ടെത്തലിലായിരുന്നു ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ നിമിഷങ്ങൾക്കകം തന്നെ ജനങ്ങളുടെ ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് UAE പ്രതിരോധ മന്ത്രാലയം ശ്രദ്ധേയമായ ഒരു വീഡിയോ പുറത്തുവിട്ടു. ആകാശക്കാവൽ എന്ന പേരിൽ വ്യോമസേനയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും സമാനതകളില്ലാത്ത കരുത്തും സജ്ജീകരണങ്ങളും വിളിച്ചോതുന്ന ആ ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രഖ്യാപനമായിരുന്നു. സുശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ രാപ്പകലില്ലാതെ രാജ്യത്തിന് കാവലായുണ്ടെന്നും യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ ജനങ്ങളെ അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തി. ഈ സംഭവം കേവലം ഒരു സുരക്ഷാ മുന്നറിയിപ്പ് എന്നതിനേക്കാൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ അതിസങ്കീർണമായ പുതിയ ചലനങ്ങളെയും UAEയുടെ പ്രതിരോധ മികവിനെയും കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒന്നാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ഇറാനിൽ നിന്നും തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAEയുടെ അത്യാധുനിക റഡാറുകളിൽ അതിവേഗം പതിഞ്ഞത്. എന്നാൽ വിവര സാങ്കേതിക വിദ്യയുടെയും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെയും സഹായത്തോടെ ഈ ഭീഷണിയെ ഫലപ്രദമായി നേരിടാൻ രാജ്യത്തിന് നിഷ്പ്രയാസം സാധിച്ചു. സംഭവത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണമനുസരിച്ച് ഈ 2 മിസൈലുകളും ജനവാസ കേന്ദ്രങ്ങളിലോ കരയിലോ പതിച്ചിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. അവയിൽ ആദ്യത്തേത് UAEയുടെ സമുദ്ര അതിർത്തിക്ക് പുറത്തും രണ്ടാമത്തേത് സമുദ്ര അതിർത്തിക്കുള്ളിലുമാണ് പതിച്ചതെന്ന് ദ ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവ രണ്ടും പൂർണ്ണമായും കടലിലാണ് പതിച്ചതെന്നും യാതൊരുവിധ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രതിരോധ മന്ത്രാലയവും തികഞ്ഞ ഏകോപനത്തോടെയാണ് ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയത്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആകാശം സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തിയതിനു ശേഷം അപകടമൊഴിഞ്ഞെന്നും എല്ലാവർക്കും നിർഭയം ദൈനംദിന കാര്യങ്ങളിലേക്ക് കടക്കാമെന്നും വ്യക്തമാക്കിക്കൊണ്ട് രണ്ടാമതൊരു സന്ദേശം കൂടി അധികൃതർ ജനങ്ങൾക്ക് കൈമാറി. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ ഇതാദ്യമായല്ല ഇത്തരം മുന്നറിയിപ്പുകൾ രാജ്യത്തെ ജനങ്ങളെ തേടിയെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂലൈ 12-നും അതിനു മുൻപ് മെയ് മാസത്തിലെ തുടക്കത്തിലും സമാനമായ രീതിയിൽ അപായ സന്ദേശങ്ങൾ വന്നിരുന്നു. ജൂൺ 26-ന് സാങ്കേതികമായ ചില തകരാറുകൾ കാരണം അബദ്ധത്തിൽ ഒരു സന്ദേശം ലഭിച്ചെങ്കിലും അതുടൻ തന്നെ തിരുത്തപ്പെടുകയും ജനങ്ങളുടെ പരിഭ്രാന്തി അകറ്റുകയും ചെയ്തിരുന്നു. തുടർച്ചയായുള്ള ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാണിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നതെന്നും ചെറിയൊരു സൂചന ലഭിച്ചാൽ പോലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ത് വില കൊടുത്തും പ്രാധാന്യം നൽകാൻ സർക്കാർ തയ്യാറാണെന്നുമാണ്. മിസൈൽ ഭീഷണിക്ക് പിന്നാലെ UAE പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ട വീഡിയോ കേവലം ഒരു സൈനിക പ്രദർശനം മാത്രമായിരുന്നില്ല. ഗൾഫ് ന്യൂസ് വിശദീകരിക്കുന്നത് പോലെ അത് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വലിയൊരു ഉറപ്പും അതോടൊപ്പം ശത്രുക്കൾക്ക് നൽകുന്ന ശക്തമായൊരു താക്കീതുമായിരുന്നു. ഓരോ ദൗത്യത്തിലും UAE വ്യോമസേനയും പ്രതിരോധ സംവിധാനങ്ങളും തങ്ങളുടെ അപാരമായ കഴിവും കാര്യക്ഷമതയും തെളിയിക്കുന്നുണ്ടെന്നും രാജ്യത്തിന്റെ ആകാശം സംരക്ഷിക്കാൻ അവർ സദാ സജ്ജരാണെന്നുമാണ് മന്ത്രാലയം ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും മേൽ ഉണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും ഏറ്റവും കടുത്ത നിശ്ചയദാർഢ്യത്തോടെ നേരിടാൻ സൈന്യം പര്യാപ്തമാണെന്ന അസന്നിഗ്ധമായ സന്ദേശം ഈ ദൃശ്യങ്ങൾ നൽകുന്നു. അത്യാധുനിക റഡാറുകൾ, ലേസർ അധിഷ്ഠിത മിസൈൽ വേദ സംവിധാനങ്ങൾ, കൃത്യതയാർന്ന ഉപഗ്രഹ നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം വിദഗ്ധമായി കോർത്തിണക്കിയുള്ള ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ ശൃംഖലകളിലൊന്നാണ് UAE ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം അവരുടെ സാധാരണ ജീവിതത്തിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളും അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളും വിശ്വസിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക വാർത്താ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ ജനങ്ങളോട് കർശനമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യുദ്ധസമാനമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തികച്ചും സുതാര്യവും സത്യസന്ധവുമായ ആശയവിനിമയം നടത്തുന്നതിലൂടെ രാജ്യത്തെ പൗരന്മാരിലും പ്രവാസികളിലും സുരക്ഷിത ബോധം വളർത്താൻ സർക്കാരിന് കഴിയുന്നുവെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഈ പുതിയ മിസൈൽ ഭീഷണിയെ കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായി ചുരുക്കിക്കാണാൻ അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് കഴിയില്ല. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെയും അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും വിശാലമായ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ വിലയിരുത്താൻ. ലൈവ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ വർഷം ഫെബ്രുവരി 28-ന് മേഖലയിൽ സംഘർഷങ്ങൾ ആരംഭിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ മിസൈൽ ഡ്രോൺ ആക്രമണ ഭീഷണികൾ നേരിട്ട രാജ്യങ്ങളിലൊന്നാണ് UAE. അന്ന് 3000-ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് രാജ്യത്തിന് നേരെ തിരിച്ചുവിടപ്പെട്ടത്. എന്നാൽ ജൂൺ മാസത്തിൽ ഇറാനുമായി ഒപ്പുവെച്ച പ്രത്യേക ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് വലിയൊരു ശമനം വന്നിരുന്നു. നിർഭാഗ്യവശാൽ ഈ ധാരണാപത്രത്തിന്റെ കാലാവധി കഴിഞ്ഞ തിങ്കളാഴ്ച അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും അതിർത്തി കടന്നുള്ള ഈ പുതിയ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന ഇത്തരം നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് UAE ഭരണകൂടം നോക്കിക്കാണുന്നത്.
സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെയും ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെയും ജീവൻ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ജീവനാഡിയായ ഗൾഫ് സമുദ്രപാതകളുടെയും എണ്ണ ഖനന കേന്ദ്രങ്ങളുടെയും സുരക്ഷയും UAE സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങളോട് തികഞ്ഞ സംയമനത്തോടെയും പക്വതയോടെയും പ്രതികരിക്കുമ്പോഴും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് UAE ലോകത്തിന് നൽകുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും കരുത്തുറ്റ സൈനിക നേതൃത്വത്തിന്റെയും പിൻബലത്തിൽ ഉയർന്നുവരുന്ന ഏത് സുരക്ഷാ പ്രതിസന്ധിയെയും വിജയകരമായി മറികടക്കാൻ തങ്ങൾ പൂർണ്ണമായും പ്രാപ്തരാണെന്ന് UAE ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിക്കുകയാണ്. ജനങ്ങളുടെ ജാഗ്രതയും സർക്കാരിന്റെ തയ്യാറെടുപ്പും ഒത്തുചേരുമ്പോൾ ഏത് വലിയ പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന വലിയ പാഠമാണ് ഈ സംഭവ വികാസങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.